നമസ്കാരം. കേരള ടെക് അക്കാഡമിയുടെ ഷുവർ ഷോട്ട് സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൺട്രോൾ സിസ്റ്റത്തിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. റൂത്ത് ഹർവിറ്റ്സ് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ. ഈ ഒരൊറ്റ മെത്തേഡ് പഠിച്ചാൽ ഒരു സിസ്റ്റം സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. PSC എപ്പോഴും ചോദിക്കുന്ന ഫൈൻഡ് ദ റേഞ്ച് ഓഫ് കെ എന്ന ചോദ്യം ചെയ്യാനും ഇത് അത്യാവശ്യമാണ്. അപ്പോൾ എന്താണ് ഈ സ്റ്റെബിലിറ്റി? ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഒരു ബൗണ്ടഡ് ഇൻപുട്ട്, അതായത് ഒരു നിശ്ചിത അളവിലുള്ള ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ഔട്ട്പുട്ടും ബൗണ്ടഡ് ആയിരിക്കും, അതായത് ഇൻഫിനിറ്റിയിലേക്ക് പോകരുത്. അങ്ങനെയുള്ള സിസ്റ്റങ്ങളെയാണ് നമ്മൾ സ്റ്റേബിൾ എന്ന് വിളിക്കുന്നത്. ഇത് തീരുമാനിക്കുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പോൾസ് എവിടെയാണ് എന്നതിന്റെ ആശ്രയിച്ചാണ്. പോൾസ് എല്ലാം എസ് പ്ലെയിനിന്റെ ലെഫ്റ്റ് ഹാഫിലാണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആണ്. ഒരു പോൾ എങ്കിലും റൈറ്റ് ഹാഫിൽ വന്നാൽ സിസ്റ്റം അൺസ്റ്റേബിൾ ആകും. പോൾസ് സെഡ് ഒമേഗ പോൾസ് ജെ ഒമേഗ ആക്സിസിലാണെങ്കിൽ അത് മാർജിനലി സ്റ്റേബിൾ ആകും. ഈ പോൾസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ് റൂത്ത് അറേ. നമുക്കൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഇക്വേഷൻ ഉണ്ടെന്നിരിക്കട്ടെ. an raised to s raised to n plus an minus 1 s raised to n minus 1 അങ്ങനെ a1s plus a0 equal to 0. സ്റ്റെപ്പ് 1, ആദ്യത്തെ രണ്ട് റോസ് ഫോം ചെയ്യുക. ഒന്നാമത്തെ റോയിൽ ആദ്യത്തെ കോഎഫിഷ്യന്റിൽ തുടങ്ങി ഒന്നിടവിട്ടുള്ള കോഎഫിഷ്യന്റുകൾ എഴുതുക. രണ്ടാമത്തെ റോയിൽ ബാക്കിയുള്ളവയും എഴുതുക. സ്റ്റെപ്പ് 2, അടുത്ത റോയിലെ എലമെന്റ് കണ്ടുപിടിക്കാൻ തൊട്ടുമുകളിലെയുള്ള രണ്ട് റോസ് ഉപയോഗിച്ചാൽ ഒരു കാൽക്കുലേഷൻ ചെയ്യണം. b1 ഈക്വൽ ടു ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. അതുപോലെ b2 ഈക്വൽ ടു ഈ ഫോർമുല യൂസ് ചെയ്യുക. ഈ പ്രോസസ് S0 വരെ നമ്മൾ തുടരും. ഇനി എങ്ങനെയാണ് സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്നത്? വളരെ സിമ്പിൾ ആണ്. റൂത്ത് അറേയുടെ ആദ്യത്തെ കോളത്തിലെ എല്ലാ എലിമെന്റും ഒരേ ചിഹ്നം, അതായത് സൈൻ ആണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. ആ കോളത്തിൽ എത്ര തവണ സൈൻ മാറുന്നുവോ അത്രയും പോൾസ് റൈറ്റ് ഹാഫിൽ അല്ലെങ്കിൽ റൈറ്റ് ഹാഫ് പ്ലെയിനിൽ ഉണ്ടാകും. ഇനി നമുക്ക് 2023 ചോദിച്ച ഒരു PSC ചോദ്യം നോക്കാം. ഇത് വെറും ഒരു ചോദ്യമല്ല, റൂത്ത് ഹർവിറ്റ്സിലെ രണ്ട് സ്പെഷ്യൽ കേസുകൾ ഒരുമിച്ച് വരുന്ന ഒരു ബ്രില്യൻ ചോദ്യമാണ്. ദ പോളിനോമിയൽ ഡെൽറ്റ എസ് ഈക്വൽ ടു എസ് ക്യൂ പ്ലസ് 3s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 6 ഈക്വൽ ടു 0. നമുക്ക് റൂത്ത് അറേ ഉണ്ടാക്കാം. S3 റോയിൽ 1ഉം 2ഉം, s raised to 2 റോയിൽ 3ഉം 6ഉം കോഎഫിഷ്യന്റ് വെച്ച് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ b1 കണ്ടെത്തുന്നു ഫോർമുല ഉപയോഗിച്ച്. അയ്യോ, 0 വന്നല്ലോ. ഇതാണ് സ്പെഷ്യൽ കേസ് 1. ആദ്യത്തെ കോളത്തിൽ ഒരു 0 വന്നാൽ നമ്മൾ അതിനെ എപ്സിലോൺ എന്ന ഒരു ചെറിയ പോസിറ്റീവ് നമ്പറായി സങ്കല്പിച്ച് മുന്നോട്ട് പോകാം. ഇപ്പോൾ ആദ്യത്തെ കോളം നോക്കൂ. 1, 3, എപ്സിലോൺ, പിന്നെ 6. എപ്സിലോൺ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ സൈൻ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ സിസ്റ്റം സ്റ്റേബിൾ ആണോ? അല്ല. ഇവിടെയാണ് സ്പെഷ്യൽ കേസ് 2 വരുന്നത്. ഒരു റോ മുഴുവനായി 0 ആയാൽ a rows of 0, അതായത് അല്ല, ഇവിടെയാണ് സ്പെഷ്യൽ കേസ് 2 വരുന്നത്. ഒരു റോ മുഴുവനായി 0 ആയാൽ അതിന്റെ അർത്ഥം ജെ ഒമേഗ ആക്സിസിൽ പോൾ ഉണ്ട് എന്നാണ്. നമുക്ക് S1 റോ 0 ആയതുകൊണ്ട് തൊട്ടുമുകളിലുള്ള S2 റോയിൽ നിന്ന് ഓക്സിലറി ഇക്വേഷൻസ് എഴുതാം. അതായത് a of s ഈക്വൽ ടു 3s സ്ക്വയർ പ്ലസ് 6 ഈക്വൽ ടു 0. s സ്ക്വയർ ഈക്വൽ ടു -2 വരും. s ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് j√2 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് രണ്ട് പോൾ ജെ ഒമേഗ ആക്സിസിലാണെന്ന് ഉറപ്പായി. ഇനി മൂന്നാമത്തെ പോൾ എവിടെയാണ്? അത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ശ്രദ്ധിക്കുക, സം ഓഫ് റൂട്ട്സ് ഓഫ് ക്യൂബിക് ഇക്വേഷൻ, അതായത് ഫോർ എക്സാമ്പിൾ ax³ പ്ലസ് bx² പ്ലസ് cx പ്ലസ് d ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന്റെ സം എന്ന് പറയുന്നത് സം ഓഫ് റൂട്ട്സ് ഓഫ് ക്യൂബിക് റൂട്ട്സ് എന്ന് പറയുന്നത് -b/a ആയിരിക്കും. അതായത് ഒരു ക്യൂബിക് ഇക്വേഷന്റെ റൂട്ട്സിന്റെ തുക എന്ന് പറയുന്നത് -b/a ആയിരിക്കും. നമ്മുടെ ഇക്വേഷൻ 1s³ പ്ലസ് 3s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 6 ഈക്വൽ ടു 0 ആണ്. ഇവിടെ a ഈക്വൽ ടു 1ഉം b ഈക്വൽ ടു 3യുമാണ്. അപ്പോൾ സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? s1 പ്ലസ് s2 പ്ലസ് s3 ഈക്വൽ ടു -3 എന്ന് വരും. നമുക്ക് ഓൾറെഡി രണ്ട് റൂട്ട്സ് കിട്ടി, j2ഉം -j2ഉം.
അവയുടെ തുക പൂജ്യമാണ്. അപ്പോൾ 0 പ്ലസ് S3 ഈക്വൽ ടു -3. ഇതിൽ നിന്ന് മൂന്നാമത്തെ റൂട്ട് അതായത് S3 ഈക്വൽ ടു -3 എന്ന് കിട്ടി. റൂട്ട്സ് എന്ന് മനസ്സിലായി. അപ്പോൾ ഫൈനൽ ആൻസർ രണ്ട് റൂട്ട്സ് j⍵ ആക്സിസിലും ഒരു റൂട്ട് ലെഫ്റ്റ് ഹാഫിലും, അതായത് സിസ്റ്റം മാർജിനലി സ്റ്റേബിൾ ആണ്. ശരിയായ ഓപ്ഷൻ അപ്പോൾ ഡി ആണ്. 2 റൂട്ട്സ് ഓൺ j ആക്സിസ് ഓഫ് എസ് പ്ലെയിൻ ആൻഡ് 1 റൂട്ട് ഓൺ ലെഫ്റ്റ് ഹാഫ്. അപ്പോൾ റൂത്ത് ഹർവിറ്റ്സ് ക്രൈറ്റീരിയയിലെ സാധാരണ ചോദ്യങ്ങളും രണ്ട് സ്പെഷ്യൽ കേസുകളും നമ്മൾ ഒരുമിച്ച് പഠിച്ചു. ഈ ഒരൊറ്റ ചോദ്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ, വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അടുത്ത ഷുവർ ഷോർട്ട് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. ഹാപ്പി ലേണിംഗ്.